ഇറാനിൽ യുദ്ധത്തിന്റെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഒരു നാടിന്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ രണ്ടു രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സംശയമില്ല, അമേരിക്കയും ഇസ്രയേലും. ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ആക്രമണമാണ് സംഭവം. ഇവിടെ ഒരുപാട് കുട്ടികളും പ്രയാസപ്പെടുന്നു, സ്ത്രീകൾ പ്രയാസപ്പെടുന്നു, ഒരുപാട് പേര് കൊല്ലപ്പെടുന്നു. ആ നാടിന്റെ സമ്പത്തും സൗകര്യങ്ങളും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അത് കാണാൻ കഴിയും. അതോടൊപ്പം വിശ്വാസികളെ, മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അഹ്ലുസുന്നക്കാരെ, ഇറാൻ എന്ന ഭരണകൂടത്തിന്റെ ഷിയാ വിശ്വാസത്തിൽ നമ്മൾ ഒരിക്കലും തന്നെ ബന്ധമില്ല. ആ വിശ്വാസം നമ്മൾ അംഗീകരിക്കൂല, ആ ആശയം നമ്മൾ അംഗീകരിക്കൂല. അവരിൽ ആര് മരിച്ചാലും അവരെ ഷഹീദായി മുദ്രകുത്താൻ നമുക്ക് പറ്റൂല. എന്താ അങ്ങനെ? സ്വഹാബികളിൽ പലരെയും കാഫിറാണെന്ന് പ്രഖ്യാപിച്ചു. സ്വഹാബിമാരിൽ ഭൂരിഭാഗം ആളുകളെ മുർത്തദ്ദാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് വ്യഭിചാരിണിയാണെന്ന് വാദിക്കുന്നവരാണ് അവർ. നഊദു ബില്ലാഹ്. ഈ ഖുർആന് പൂർണ്ണമല്ല, 17,000 ആയത്തുള്ള ഞങ്ങളുടെ കയ്യിലെ ഖുർആനാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അബൂ ലൂലത്തുൽ മജൂസി എന്ന മനുഷ്യന്റെ മഖ്ബറയുണ്ടാക്കി, മഖാമുണ്ടാക്കി അവിടെ ഇബാദത്ത് എടുക്കുന്നവരാണ് ഷിയാക്കൾ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആളുമാറിയിട്ടാണ് നബിക്ക് വഹി ലഭിച്ചതെന്ന് വിശ്വസിക്കുന്നവരാണ്. തുടങ്ങി ഒട്ടനേകം കാര്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ കാവൽക്കാരാണ് ഇറാൻ എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അത് കാര്യം മറച്ചു വെക്കേണ്ടതില്ല. ഇവിടെ എത്രയോ ആളുകൾ ഇറാനിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ നടത്തുന്നുണ്ട്, പ്രശ്നമല്ല. എന്നാൽ അറബ് രാജ്യത്ത് പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി ഒരു വക്തിൽ പോലും പ്രാർത്ഥിക്കാൻ മനസ്സില്ലാതെ പോകുന്നത് വലിയ അബദ്ധമാണ് എന്ന് തിരിച്ചറിയുക.